ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ആദ്യത്തെ 6 സൂത്രങ്ങളാണ് ശ്രദ്ധിച്ചത്. അവിടെ ഒന്നാമതായിട്ട് ഭക്തിയെ വ്യാഖ്യാനിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തു. 2-3 സൂത്രങ്ങളിലൂടെ ഭക്തിയെ നിർവചിച്ചു. ഇവിടെ 2-3 സൂത്രങ്ങളിൽ പറയുന്നത് മാത്രമാണ് ഭക്തി എന്നാരും വിചാരിക്കരുത്. അത് പരാഭക്തിയാണ്. എങ്കിലും തന്റെ ഭക്തി സൂത്രങ്ങളിൽ ഇവിടെ ആദ്യം പരാഭക്തിയെയാണ് നിർവചിച്ചത്. അതാണ് ഈ ഈശ്വരനിലുള്ള പരമപ്രേമരൂപമാണ് ഭക്തി. അത് അമൃത സ്വരൂപയുമാണ്. തുടർന്ന് 4, 5, 6 സൂത്രങ്ങളിൽ ആ ഒരു പരാഭക്തിയിലേക്ക് ഉയർന്നാൽ മനുഷ്യൻ കൃതാർത്ഥനാകുന്നു, ധന്യനാകുന്നു, മുക്തനാകുന്നു എന്ന് പറയും. അവിടെ വിശേഷമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ആദ്യം 4-ാം സൂത്രത്തിൽ ഈ ഭക്തി ലഭിച്ചു കഴിഞ്ഞാൽ, ഈ ഭക്തിയെ ലഭിച്ചു കഴിഞ്ഞാൽ എന്നാ പറഞ്ഞത്. അപ്പൊ നമുക്കെന്തോ ലഭിക്കേണ്ടതാണ് എന്നൊരു തോന്നൽ വരും. ലഭിക്കേണ്ടതാണെന്ന് തോന്നൽ വന്നു കഴിഞ്ഞാൽ കുഴപ്പം എന്താ വെച്ചാ, കേശവൻ ലോട്ടറി അടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ രാമകൃഷ്ണന് നിധി കിട്ടിയിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു വിചാരിച്ചോളൂ. അവിടെ പ്രത്യേകിച്ച് താനൊന്നും ചെയ്യണ്ട. രാമകൃഷ്ണൻ ഒന്നും ചെയ്തിട്ടില്ല, നിധി കിട്ടിയാണ്. കേശവനൊന്നും അല്ലെങ്കിൽ ഒരു ടിക്കറ്റെങ്കിലും എടുത്തിട്ടുണ്ട്. ഇതുപോലെ എന്തോ പുറമേ നിന്ന് കിട്ടേണ്ടതാണ് ഭക്തി എന്നൊരു ധാരണ നമുക്ക് വരും. ആ തോന്നൽ ഇല്ലാതാക്കാനാണ് യജ്ഞാത്വ എന്ന് പറയുന്നത്. ഇതിനെ അറിഞ്ഞിട്ട് സ്വതസിദ്ധമായി ഈ ഭക്തിയെ അറിഞ്ഞിട്ട് എന്നാലോ മനുഷ്യൻ കൃതാർത്ഥനാകുന്ന അർത്ഥം. ഇതാണ് പഠിച്ച ഭാഗം. തുടർന്ന് 7-ാമത്തെ സൂത്രം സാ ന കാമയമാന നിരോധരൂപത്വാത്. ഒന്നുകൂടി പറയാം. സാ ന കാമയമാന നിരോധരൂപത്വാത്. സാ അവൾ, ഭക്തി, ന കാമയമാന. ന കാമയമാന എന്ന് പറയുമ്പോ നേരെ അങ്ങോട്ട് തർജ്ജമ ചെയ്താൽ അതിന്റെ അർത്ഥം കാമിക്കത്തക്കവളല്ല എന്നാണ്. കാമയമാന, കാമിക്കത്തക്കവളല്ല. അപ്പൊ ഭക്തി ഉണ്ടാവണം എന്ന് ആരും ആഗ്രഹിക്കേണ്ടതില്ല എന്ന അർത്ഥം വരില്ല. അങ്ങനെ എടുക്കരുത്. കാമിക്കുന്നവളല്ല എന്നേ അർത്ഥം എടുക്കരുത്. ഭക്തി കാമിക്കുന്നവളല്ല.
എന്തുകൊണ്ട്? നിരോധരൂപത്വാത്, നിരോധരൂപമായതുകൊണ്ട്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ലല്ലോ. നോക്കൂ, ഭക്തി കാമിക്കുന്നവളല്ല. എന്തുകൊണ്ട്? നിരോധരൂപത്വാത്, നിരോധരൂപമായതുകൊണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഭക്തി, മുഖ്യഭക്തി, ഗൗണഭക്തി, അല്ലെങ്കിൽ പരാഭക്തി, അപരാഭക്തി എന്നിങ്ങനെ രണ്ടുണ്ടെന്ന് പറഞ്ഞു. ഇതിൽ അപരാഭക്തിയിൽ അല്ലെങ്കിൽ വിധിവിധാനപരമായ ഭക്തിയിൽ അല്ലെങ്കിൽ ഗൗണീ ഭക്തിയിൽ എന്ത് പേര് വേണമെങ്കിൽ പറഞ്ഞോളൂ, പല ആഗ്രഹങ്ങളും ഉണ്ടാവും. ആഗ്രഹങ്ങൾ ഉണ്ടായിട്ട് മൂടി വെച്ചുകൊണ്ട് പ്രയോജനമില്ല. അത് കപടതയെ വളർത്തുക ചെയ്യുക. നമ്മളെ മനസ്സിൽ പല ആഗ്രഹങ്ങളും ഉണ്ട്, എന്നിട്ട് പുറത്തൊന്നുമില്ല എന്ന് കൃത്രിമത്വം കാണിച്ചാൽ അത് കാപട്യമാണ്. ആ കാപട്യം കൊണ്ട് നമ്മൾ അർത്ഥപതിക്കുക അല്ലാതെ ഒരിക്കലും ജീവിതത്തിൽ ശാന്തി ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല, ഉയർച്ച ഉണ്ടാവില്ല. ഇത് വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതാണ്. കുറച്ച് വേദാന്തം അവിടുന്ന് ഇവിടുന്നൊക്കെ പഠിക്കും, അല്ലെങ്കിൽ കുറച്ച് ധർമ്മശാസ്ത്രങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ പഠിക്കും, എന്നിട്ട് വേണ്ടാധീനങ്ങൾ കുറെ മനസ്സിലാക്കി വെക്കും. എന്താണ്? ആഗ്രഹിക്കാൻ പാടില്ല, ഒന്നും ആഗ്രഹിക്കരുത്. നാം മനസ്സിലാക്കിയ നിറച്ച ആഗ്രഹം ഉണ്ടാവുകയും ചെയ്യും. എന്നിട്ടോ പുറത്തു തന്നെ ഒരാഗ്രഹം ഇല്ലാതെ കാണിക്കും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് സംഘർഷം വളരുക ചെയ്യാം. ഇത് ആഗ്രഹിക്കുന്നത് പലതും ആവാം, പലതും ആവാം. ഇന്ന് വന്ന് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. ഓരോ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ഘടിപ്പിക്കുക. അല്ലെങ്കിൽ സന്തോഷം വരും, സങ്കടം വരും, ദേഷ്യം വരും, ഒന്നും വരാൻ പാടില്ല. വേദാന്തിയാണ്. സന്തോഷം വന്നു വന്നില്ല, ഉള്ളിൽ വന്നിട്ടുണ്ടാവും, പുറത്ത് കാണിക്കില്ല. അല്ലെങ്കിൽ സങ്കടം വന്നിട്ടുണ്ടാവും ഉള്ളിൽ, പുറമെ എന്തുണ്ടാവുക? ടെൻഷൻ ഇല്ലേ, സംഘർഷം ഉണ്ടാവും, കൃത്രിമത്വം കൊണ്ട്. കൃത്രിമത്വത്തിന്റെ ആവശ്യം ഒന്നും ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് ഒരാളോടും ആഗ്രഹിക്കരുത് എന്നൊന്നും പറഞ്ഞിട്ട് പ്രയോജനമില്ല. പരാഭക്തിയിൽ ആഗ്രഹമില്ല, സമ്മതിച്ചു. പക്ഷെ അപരാഭക്തിയിൽ ആഗ്രഹങ്ങൾ ഉണ്ട്. പ്രസിദ്ധമായ ഒരു ഭക്തി ശാസ്ത്രം എന്ന് തന്നെ പറയാവുന്ന കൃതിയാണ് മേൽപ്പത്തൂരിന്റെ നാരായണീയം. നാരായണീയത്തിൽ ഓരോ ദശകവും അവസാനിക്കുന്നത് എന്റെ വാതരോഗം മാറ്റിത്തരണേ, എന്റെ വാതരോഗം മാറ്റിത്തരണേ എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? ഭഗവാനോടല്ലാണ്ട് ആരോടെ ചോദിക്കുക? ഒരു തെറ്റുമില്ല. ഒരു സ്ഥലത്ത് പരിപാടിക്ക് പോയപ്പോ ഒരു സ്റ്റേജിന്റെ ഒരു സൈഡിൽ ഒരു കൊച്ചു കുട്ടി ഇങ്ങനെ പൂജ ചെയ്തു. ചെറിയ പൂജ. ഒരു കല്ല് വെച്ചിട്ടുണ്ട്. ആ കല്ലിന്റെ ഇപ്പുറത്തിരുന്ന് ഇങ്ങനെ അമ്പലത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള തുളസി പൂവൊക്കെ കൊണ്ട് ഇങ്ങനെ എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലുണ്ട്. എന്താ മന്ത്രം എന്നൊന്നും അറിയില്ല, കൊച്ചു കുഞ്ഞല്ലേ. ഇന്ന് അച്ഛൻ മുട്ടായി കൊണ്ടത്തരണേ, അച്ഛൻ മുട്ടായി കൊണ്ടത്തരണേ എന്നാ പറയണോ സാർ? അതിലെന്താ തെറ്റുണ്ടോ? ആ കുട്ടി അതാ പ്രാർത്ഥിക്കണേ. അങ്ങനെ ദൈവത്തോട് അങ്ങനെ പ്രാർത്ഥിക്കരുതെന്നൊന്നും കണ്ട് പറയാൻ പാടില്ല. ഞാനായിട്ട് നല്ല മിഠായി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചോ. അച്ഛന് വെറുതെ മിഠായി കൊണ്ടുവരാൻ പോലെ ഒന്നാം തരം മിഠായി കൊണ്ടുവരണേന്ന് പ്രാർത്ഥിച്ചോ. ഒരിക്കലും നമ്മൾ കപടരാണ്, ഉള്ളതുള്ള പോലെ പ്രകടിപ്പിക്കണം. അപ്പോ അപരാഭക്തിയുടെ ഗൗണീഭക്തിയുടെ തലത്തിൽ ആഗ്രഹങ്ങൾ ഉണ്ടാവും. അർത്ഥോ ജിജ്ഞാസുരർത്ഥാർത്ഥി എന്ന് മൂന്നായിട്ട് നമുക്ക് ഗൗണീഭക്തന്മാരെ തിരിക്കാം. ആർത്തൻ എപ്പോഴും ദുഃഖമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ജിജ്ഞാസു എപ്പോഴും തത്വജ്ഞാനം ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. അതുകൊണ്ടാവണേ. അർത്ഥാർത്ഥി എന്തെങ്കിലും പ്രയോജനം കിട്ടാൻ പ്രാർത്ഥിക്കും. ലോട്ടറി കിട്ടണേ, അല്ലെങ്കിൽ എന്താ മക്കളൊക്കെ നന്നാവണേ, സഹോദരന്റെ മക്കളൊക്കെ വെളിഞ്ഞു പോണേ. ഇല്ല, അങ്ങനെയില്ല. എന്തെങ്കിലും നമുക്ക് പറയാൻ വയ്യ. ഇവിടെ ഉള്ളവരെ കുറിച്ച് മാത്രമല്ലല്ലോ പറയുന്നത്. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്.
പല ജാതി പ്രാർത്ഥനകളുണ്ട്. എന്തൊക്കെയാ പ്രാർത്ഥിക്കാന്ന് ആർക്കും പറയാൻ വയ്യ. എന്നെ സ്നേഹിക്കുന്നവരൊക്കെ അമ്മാവണെ, എന്നെ ദ്വേഷിക്കുന്നവരൊക്കെ മുടിഞ്ഞു പോണേ ഒക്കെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ടാവും. പല ജാതിയില്ല. ഒക്കെ അർത്ഥാർത്ഥിയിൽ കൊടുക്കും. അതൊക്കെ അർത്ഥാർത്ഥ്യതയാണ്. ഒരാളുടെ അങ്ങനെ പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞെടുത്ത് കാര്യമില്ല. അവന്റെ ചിന്താവിധാനത്തെ ഉയർത്താൻ നമുക്ക് പരിശ്രമിക്കാം. ശത്രുമിത്രാദി ഭേദങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നതാണെന്ന് അവനെ ബോധിപ്പിക്കാൻ പരിശ്രമിക്കാന്നല്ലാതെ ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരു പ്രകൃതി നമ്മളെ സമയം പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഭക്തിയിൽ കാമം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അത് പരാഭക്തിയിൽ മാത്രമാണ്. ഗൗണീ ഭക്തിയിൽ കാമങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് നേരത്തെ പറഞ്ഞത്. ഇത് പരാഭക്തിയുടെ ഫലമാണ് ആദ്യത്തെ ഭാഗം. കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ ഒരു സൂത്രമുണ്ട്, ഗൗണീ ത്രിധായ. ഗൗണീ ഭക്തി 3 പ്രകാരമാണ്. അതുവരെ ചർച്ച ചെയ്യുന്നത് പ്രധാനമായിട്ടും പരാഭക്തിയെ കുറിച്ചാണ്. അപ്പൊ ഈ ഒരു ഭക്തിയുടെ പരമമായ തലത്തിൽ കാമങ്ങൾ ഉണ്ടാവില്ല, ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല, ഒന്നും ആഗ്രഹിക്കാനില്ല. എന്താഗ്രഹിക്കാനുള്ള ആഗ്രഹങ്ങളെല്ലാം ഒഴിഞ്ഞു പോയിരിക്കുക. ആഗ്രഹങ്ങൾക്ക് അവിടെ യാതൊരു സ്ഥാനവുമില്ല. എന്തെങ്കിലും ആഗ്രഹിച്ചോളൂ എന്ന് തന്റെ ഉപാസ്യ ദേവത തന്നെ നിർബന്ധിക്കുകയാണെങ്കിൽ പരമാവധി ഇപ്പൊ ഭക്തിക്കായിട്ടൊക്കെ ഉള്ള പ്രാർത്ഥനകൾ നമുക്ക് കാണാം. നരസിംഹമൂർത്തി പ്രകടമായി മുഖ്യമായ കാര്യമൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോ സ്തുതിച്ചു നിൽക്കുന്ന പ്രഹ്ലാദനെ കണ്ടിട്ട് എന്നാ വരം വാങ്ങിക്കോളൂ, വരം ചോദിച്ചോളൂ. എന്താ വരം ചോദിച്ചേ? ഭക്തി ഉണ്ടാവണെന്ന് അവരൊന്നുമില്ല. എന്ത് വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു. ലക്ഷ്മി എനിക്ക് വശകയാവണേ എന്ന് പറഞ്ഞാൽ സകല സമ്പത്തും ലഭിക്കുമായിരുന്നു. അങ്ങനെ പലതും ചോദിക്കാമായിരുന്നു. എന്നെ 3 ലോകത്തിന്റെയും ചക്രവർത്തിയാക്കണമെന്ന് പ്രാർത്ഥിക്കാമായിരുന്നു. അത് കിട്ടുമായിരുന്നു. പ്രാർത്ഥിച്ചതൊന്ന് മാത്രമാണ്, എനിക്ക് എപ്പോഴും ഉള്ളിൽ ഭക്തി ഉണ്ടാവണേ. എന്നാലും അവിടെ ഭക്തിയെങ്കിലും പ്രാർത്ഥിച്ചു. അതുപോലും ഇല്ലാത്ത തലങ്ങൾ നമുക്കറിയാം. കേരളത്തിൽ തന്നെ പ്രസിദ്ധമായിട്ടുള്ള ഐതിഹ്യമാണ് നാരായണത്ത് ഭ്രാന്തന്റെ ഐതിഹ്യം. അദ്ദേഹത്തെ നമ്മൾ ഭ്രാന്തൻ എന്നാ വിളിക്കുക. അവിടെ അതിന്റെ നേരം പോകും. നാരായണത്ത് ഭ്രാന്തൻ. ആരാ ഭ്രാന്തൻ? അദ്ദേഹമാണോ ഭ്രാന്തൻ? അദ്ദേഹത്തെ ഭ്രാന്തൻ എന്ന് വിളിക്കുന്ന സമൂഹമാണോ ഭ്രാന്തൻ? ചിന്തിക്കുക. ഇപ്പൊ ചുടല ഭഗവതി ശ്മശാന കാളി പലതരത്തിൽ വരം ചോദിക്കാൻ പറഞ്ഞു എന്നാ പറയണ. വരം ചോദിച്ചോളൂ, വരം ചോദിച്ചോളൂ. ഒന്നും വേണ്ട, നീ ശല്യം ഒഴിഞ്ഞാ മതി, ഇവിടെ വന്ന് പോയാ മതി, ഞാൻ സ്വസ്ഥായിട്ട് ഇവിടെ ഇരിക്കുക, ഒന്നും പറ്റില്ല. എന്തെങ്കിലും വരം വാങ്ങണം. ഉപദ്രവം നീങ്ങാൻ ഒരു വഴിയില്ല. അപ്പൊ പറഞ്ഞു നാട്ടിനെ വലത്തെ കാലത്തെ കൊണ്ട് ഇടത്തെ കാലിലായിക്കോളൂ. എന്തെങ്കിലും തന്നു നിനക്കൊരു സമാധാനം. എനിക്കൊന്നും വേണ്ട. കാമയമാന. ഈ ഭക്തിയിൽ പരാഭക്തിയിൽ കാമനകളില്ല. എന്തുകൊണ്ട് പറയാണ്? നിരോധ രൂപത്വാത്. നിരോധ രൂപമാണ് ഭക്തി എന്നതുകൊണ്ട്. ഭക്തി നിരോധ രൂപമായതുകൊണ്ട്. അപ്പൊ എന്താ ഈ നിരോധ രൂപം എന്ന് ആരും ചോദിച്ചേക്കരുത്. നമ്മൾ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. വ്യാഖ്യാനിക്കേണ്ട ആവശ്യം എന്തുകൊണ്ടില്ല? അടുത്ത സൂത്രത്തിൽ സൂത്രകാരൻ തന്നെ പറയുന്നുണ്ട് എന്താണ് ഈ നിരോധ രൂപം, എന്താണ് നിരോധം. ഇപ്പൊ സാധാരണഗതിയിൽ നിരോധം എന്ന് പറഞ്ഞാൽ തടയാന്ന അർത്ഥം. അത് നിരോധിക്കുക, രോധിക്കുക, സംരോധം ചെയ്യുക, പ്രതിരോധം ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പ്രതിരോധിക്കുക, നിരോധിക്കുക, വിരോധിക്കുക. വിരോധം ഒരേ ധാതു. ഉപസർഗം മാറുമ്പോ അർത്ഥം മാറും. നിരോധം തടയുക.
അപ്പൊ എന്താണ് നിരോധം എന്ന് പറഞ്ഞാൽ? എന്താണ് ഈ തടയല്? അവിടെ സൂത്രകാരൻ തന്നെ പറയാണ് അടുത്ത സൂത്രത്തിൽ, 8ാം സൂത്രത്തിൽ, നിരോധസ്തു ലോക വേദ വ്യാപാര ന്യാസഃ. നിരോധസ്തു നിരോധമാകട്ടെ, നിരോധഃ തു നിരോധമാകട്ടെ, ലോകവേദ വ്യാപാര ന്യാസഃ. ലോക വേദ വ്യാപാര ന്യാസഃ. ലോക വ്യാപാരവും വേദവ്യാപാരവും ന്യസിക്കുന്നതാണ് നിരോധം. ഒന്നുകൂടി പറയാം, അത് മനസ്സിലാവുള്ളൂ. ലോകവ്യാപാരവും വേദവ്യാപാരവും ത്യജിക്കുന്നതാണ്, ന്യസിക്കുന്നതാണ് നിരോധം. ന്യസിക്കുക എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക, ന്യസിക്കുക, ഉപേക്ഷിക്കുക. അപ്പൊ ലോകവ്യാപാരത്തെയും വേദവ്യാപാരത്തെയും ഉപേക്ഷിക്കുന്നതിന് പറയുന്ന പേരാണ് നിരോധം. ഭക്തിയുടെ സ്വരൂപം നിരോധ സ്വരൂപമാണ്. നമ്മൾ പല ലോക വ്യാപാരങ്ങളിലും ഏർപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും ഏർപ്പെടണം. ശരീരമുള്ള കാലത്തോളം എന്തെങ്കിലുമൊക്കെ വ്യാപാരങ്ങളിൽ നമ്മൾ ഏർപ്പെടണം. കാരണം ഒരു പ്രവൃത്തിയും ചെയ്യാതിരിക്കാൻ ദേഹാഭിമാനമുള്ള കാലത്തോളം സാധിക്കില്ല. നഹി ദേഹഭൃതാശക്യം വ്യക്തം കർമാണ്യശേഷതഃ എന്ന് ഭഗവാൻ തന്റെ ഗീതോപദേശത്തിൽ പറയും. ദേഹത്തെ ധരിച്ചിരിക്കുന്നവരാൽ കർമ്മങ്ങളെ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ സാധ്യമല്ല. ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് ചെയ്യണം. എന്തെങ്കിലും പ്രവൃത്തികളെ ചെയ്തേ മതിയാവൂ നമ്മൾ. അപ്പോഴാണ് ആചാര്യന്മാര് പറയുന്നത് സൽപ്രവൃത്തികളെ ചെയ്തോളൂ. എന്തെങ്കിലും കർമ്മങ്ങൾ നീ ചെയ്യണം, അവന് നല്ല കർമ്മം ചെയ്തോളൂ. നല്ല കർമ്മം ചെയ്തില്ലെങ്കിലോ ഒറ്റ കർമ്മം ചെയ്യും, എന്തെങ്കിലും ചെയ്യും, ഉറപ്പാ. എന്നാ നല്ല ചെയ്യും, നല്ലത് വ്യാപരിപ്പിക്കും. എപ്പോഴും മനസ്സിനെയും ശരീരത്തെയും ബുദ്ധിയെയും ഒക്കെ എന്തിനെങ്കിലും വ്യാപരിപ്പിക്കണം നമ്മൾ. വെറുതെ ഇരിക്കാനുള്ള കഴിവ് അനേക കോടി പേരിൽ ഒരാൾക്കേ ഉണ്ടാവുള്ളൂ. വെറുതെ ഇരിക്കാൻ പറ്റിയ സമാധാനം, സന്തോഷം. എത്ര പേർക്ക് വെറുതെ ഇരിക്കാൻ പറ്റും? എന്താ അഭിപ്രായം? 5 മിനിറ്റ് വെറുതെ ഇരിക്കാൻ പറ്റും, പോട്ടെ 2 മിനിറ്റ് വെറുതെ ഇരിക്കാൻ പറ്റും. മറ്റുമായിരിക്കും ഒരു കോടി ആൾക്കാരിൽ ഒരാൾക്കൊക്കെ പറ്റും. വെറുതെ നമ്മൾ പറഞ്ഞത് വെറുതെ ഇരിക്കണം എന്നൊക്കെ ചോദിക്കാറുണ്ട് ആൾക്കാരുടെ. വെറുതെ ഇരിക്കല്ല, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നാമം ജപിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവും. അവനെ പറ്റി ചിന്തിക്കുന്നുണ്ടാവും, അവളെ പറ്റി ചിന്തിക്കുന്നുണ്ടാവും, തന്നെ പറ്റി ചിന്തിക്കുന്നുണ്ടാവും. പല ആചാര്യന്മാരുടെ ഉപദേശങ്ങളെ സമാഹരിച്ചിട്ട് ഒരു ഗ്രന്ഥം തമിഴ് ഭാഷയിൽ ചുമ്മാതിരിക്കുന്ന സൂത്രം ഇറക്കിയിട്ടുണ്ട്. ഒരാചാര്യന്റെ കൃതിയല്ല, പല ആചാര്യന്മാരുടെ ശ്രേഷ്ഠങ്ങളായ ഉപദേശങ്ങളെ സമാഹരിച്ചിട്ടാണ് ചുമ്മാതിരിക്കുന്ന സൂത്രം. എന്താ വെറുതെ ഇരിക്കാനുള്ള സൂത്രമാണ്. അത് ഉച്ചകൂടിപ്പെട്ടതാണ്. അത് സാധാരണക്കാർക്ക് സാധാരണ നിലവാരത്തെ പറ്റിയതല്ല. അപ്പൊ നമുക്ക് പൊതുവെ സമൂഹത്തിൽ പറയേണ്ടത് നല്ല കാര്യം ചെയ്തോളൂ എന്നാണ്. നല്ല ചിന്ത ചെയ്തോളൂ. ചിന്ത ഇല്ലാതിരിക്കാൻ പറ്റില്ല, അപ്പൊ നല്ല ചിന്ത ചെയ്തോളൂ. കർമ്മം ഇല്ലാതിരിക്കാൻ പറ്റില്ല, അപ്പൊ നല്ല കർമ്മം ചെയ്തോളൂ. എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല, അപ്പൊ നല്ലത് പറഞ്ഞോളൂ. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇല്ലെങ്കിൽ കെട്ടത് ചിന്തിക്കും, കെട്ടത് ചെയ്യും, കെട്ടത് പറയും. അപ്പൊ ലോകവ്യാപാരം ചെയ്തേ മതിയാവും. അതുപോലെ വേദവ്യാപാരം ഉണ്ട്. വേദവ്യാപാരം എന്ന് പറഞ്ഞാൽ യജ്ഞങ്ങള്, യാഗങ്ങള്, വേദവിഹിതങ്ങളായ കർമ്മങ്ങൾ ചെയ്യാം, അഗ്നിഹോത്രങ്ങൾ ചെയ്യാം. വേദത്തിൽ എന്തെല്ലാം നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടോ അത് ചെയ്യാം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ക്രമികമായ ഉയർച്ചയ്ക്ക്, ചിത്തശുദ്ധിക്ക് അനിവാര്യങ്ങളായ ഉപദേശങ്ങളെ നൽകുമ്പോൾ
ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യ സ്വാമികൾ നമ്മളോട് പറയും, വേദോ നിത്യമധീയതാം തതുദിതം കർമ്മസ്വനുഷ്ഠീയതാം. നിത്യവും വേദം പഠിച്ചോളൂ, നിത്യവും വേദം പഠിക്കണം. പോരാ, തതുദിതം കർമ്മോ, വേദത്തിൽ പറയപ്പെടുന്ന കർമ്മങ്ങളെ സ്വനുഷ്ഠീയതാം, നല്ലപോലെ ചെയ്തോളൂ. അതും വേണം. അല്ലാതെ വെറുതെ പഠിച്ചുകൊണ്ട് കാര്യമില്ല. പഠിക്കുകയും അതിൽ പറഞ്ഞ സൽക്കർമ്മങ്ങളെ ജീവിതത്തിൽ അനുഷ്ഠിക്കുകയും വേണം. ഇതാണ് വേദവ്യാപാരം. അല്ലാണ്ട് മലയാളത്തിലുള്ള വ്യാപാരം എന്നുള്ളൊരു അർത്ഥം മനസ്സിലാക്കരുത്. എന്തെങ്കിലും ചെയ്യുന്നതാണ് വ്യാപാരം. മലയാളത്തിൽ പൊതുവെ വ്യാപാരം എന്ന് പറഞ്ഞാല് കച്ചവടത്തിനാ പറയുക, അല്ലേ? അതെ, മലയാളത്തിൽ അങ്ങനെയാ പറയാറ്. സംസ്കൃതത്തിൽ അങ്ങനെ അർത്ഥമില്ല. വ്യാപരിക്കുന്നതാണ്, നമ്മൾ ഇടപഴകുന്നതാണ് വ്യാപാരം. അപ്പൊ ലോകവേദ വ്യാപാര ന്യാസ, ലോകത്തിലും വേദത്തിലുമുള്ള വ്യാപാരങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് നിരോധം. ഇതാണ് ഭക്തിയുടെ സ്വരൂപം. അപ്പൊ പരാഭക്തിയിലേക്ക് നമ്മൾ എത്തുമ്പോ സ്വാഭാവികമായി ലോകവേദ വ്യാപാരങ്ങൾ കൊഴിഞ്ഞു പോകും. അത് എങ്ങനെയാന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. അപ്പൊ ചിലർക്ക് സംശയം വരാം, ആ സ്വാമി, ലോക വ്യാപാരം കൊഴിയുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഈ ലോകത്തിന്റെ കെട്ടുപാടുകളിൽ നിന്നൊക്കെ വിട്ടിട്ട് കൂടുതൽ ഭഗവാനോട് അടുക്കുമ്പോ ലോക വ്യാപാരം കുറയുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ വേദവ്യാപാരം എങ്ങനെയാ കുറയുക? വേദം ഈശ്വരിലേക്ക് അടുക്കാനുള്ള വഴിയല്ലേ. അപ്പൊ ഭക്തി വളരുമ്പോ, പരാഭക്തിയിലേക്ക് നമ്മൾ എത്തുമ്പോ വേദവ്യാപാരം എങ്ങനെ ഇല്ലാതാവും? ഇതൊരു മറുപടി. ലോകവ്യാപാരം പോലെ തന്നെയാണ് വേദവ്യാപാരം. അതും പ്രയോജനങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഒരാൾ യാഗം ചെയ്യാന്ന് വിചാരിച്ചോളൂ, യാഗം ചെയ്യാൻ. ഇക്കാലത്ത് യാഗങ്ങൾ ധാരാളം ഉണ്ട്. എത്ര യാഗങ്ങളപ്പോ കഴിഞ്ഞ 2-3 കൊല്ലത്തിനുള്ളിൽ നടന്നതെന്ന് ചോദിച്ചാൽ പറയാൻ വയ്യ. അത്രയ്ക്കധികം യാഗം കേരളത്തിൽ തന്നെ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ 2-3 കൊല്ലം നോക്കിയാൽ മതി. പണ്ട് കാലത്ത് യാഗങ്ങളൊക്കെ വലിയ വലിയ സമ്പന്നരായിട്ടുള്ളവർ ചെയ്യാം, രാജാക്കന്മാര് ചെയ്യാം, അതൊക്കെയാ പതിവ്. ഇന്നിപ്പോ രാജാവും ഇല്ല. അങ്ങനെ പിന്നെന്താ ചെയ്യാ? കമ്മിറ്റിയൊക്കെ വിളിച്ചു കൂട്ടി അങ്ങനെയാണ് ഇപ്പൊ യാഗം നടക്കണം. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാ, നമ്മളെ വകയായിട്ടൊരു യാഗം നടക്കുന്നുണ്ട് കേട്ടോ. ആരാ സ്വാമി? ചിദാനന്ദ സ്വാമി ഒരു യാഗം നടത്തുക. ഏത് യാഗാണ്? അതിരാത്രം അല്ലെങ്കിൽ വേണ്ടില്ല, സോമയാഗാണെന്ന് പറഞ്ഞു വിചാരിച്ചു. അതിന് സ്വാമി നടത്തിക്കോളൂ. എന്തിനാ എന്നോട് പറഞ്ഞ? അല്ല, നിങ്ങൾ എന്തെങ്കിലും സംഭാവന അതിലേക്ക് കാരണം വലിയ ചെലവെടുത്തു. യാഗം പൂർത്തിയാകുമ്പോഴത്തേക്ക് 1 കോടി ഉറുപ്പ്യെങ്കിലും 1.5 കോടി ഉറുപ്പ്യ ചെലവാകും. നിങ്ങളെ വകയായിട്ട് ഇത്ര ഉറുപ്പ്യ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ശരി സ്വാമി, ഞാൻ തരാം. തന്ന എന്താ ഇതിന്റെ ഫലം? ഈ യാഗത്തിന്റെ ഫലം? അപ്പൊ ഞാൻ പറയാണ്, എനിക്ക് സ്വർഗം കിട്ടും. എടാ സ്വാമി, സ്വാമി, നിനക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി ഞാൻ പണം തരണോ? നിനക്ക് സ്വർഗം കിട്ടാൻ ഞാൻ പണം തരണോ എന്ന് ചോദിക്കില്ലേ? അപ്പൊ ഞാൻ എന്ത് പറയും? ലോകത്തിന്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടി എന്റെ വകയായിട്ട് ലോക നന്മയ്ക്ക. യാഗക്കാരൊക്കെ ഇപ്പൊ പറയണ ലോക നന്മയ്ക്ക. എന്നാൽ ഒന്ന് മനസ്സിലാക്കുക, യാഗാദി കർമ്മങ്ങൾ യജമാനന് ഫലപ്രാപ്തിക്കാണ്. സ്വർഗകാമോ യജേത, സ്വർഗം ആഗ്രഹിക്കുന്നവനാണ് യാഗം ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഈ ചതിപ്പെടുന്നവർ എത്രയാണെന്നറിയോ? ഒരുപാട് പേര്. അപ്പൊ ലോക നന്മ ഉണ്ടാവില്ലേ സ്വാമി? ഉണ്ടാവുമല്ലോ. ഇവിടെ നമ്മൾ നല്ലൊരു കർമ്മം ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ഇവിടെ നല്ലൊരു ഹോമം ചെയ്യാന്ന് വിചാരിച്ചു. യാഗല്ലേ, അല്ലാത്തൊരു ഹോമം. അതിന്റെ ഔഷധ ധൂമം ചുറ്റുപാട് പരക്കും. ഇവിടെ മാത്രമല്ല, അപ്പൊ ചുറ്റുപാടുകൾക്കൊക്കെ ഗുണം. ചെയ്യുന്നത് ഇവിടുത്തെ ആള്,
ആണെങ്കിലും ചുറ്റുപാട് മുഴുവൻ വളരെ ദൂരം വരെ അത് വ്യാപിച്ചു ഗുണാൻ ഇല്ല എന്ന് പറയണില്ല. അങ്ങനെയുള്ള ചില ഗുണങ്ങളൊക്കെ ഉണ്ടാവും. എന്നതിൽ കവിഞ്ഞ് വലിയ ലോകനന്മയ്ക്കൊന്നും അല്ല. പിന്നെ യജമാനന്റെ സ്വർഗപ്രാപ്തിക്കാണ് യാഗങ്ങൾ പൊതുവെ വിഹിതങ്ങളായത്. ഇത് പ്രത്യേകിച്ചും എല്ലാം ഒന്നും സ്വർഗപ്രാപ്തിക്കല്ല കേട്ടോ, എല്ലാം ഒന്നും സ്വർഗപ്രാപ്തിക്കല്ല. നാള് ഒരു സ്ഥലത്ത് പോയി പൊട്ടു, എവിടെയെങ്കിലൊക്കെ പൊടു കിടക്കുകയാണ്. എല്ലായ്പ്പോഴും എന്തെങ്കിലുമൊക്കെ ഉണ്ടിത്തരങ്ങളിൽ പെടാറുണ്ട്. അപ്പോ ഒരു സ്ഥലത്ത് പൊട്ടു, നോക്കുമ്പോ എന്താ വെച്ചാൽ അവിടെ ഒരു പ്രഭാഷണത്തിന് ക്ഷണിച്ചതാ. എന്താ ഏതാണെന്നൊന്നും ചോദിച്ചില്ല, പരിചയമുള്ളവരായതുകൊണ്ട്. ശരി, ചെന്നപ്പോ ഒരു യാഗം. ശരി, നല്ലത് തന്നെ, യാഗം, സന്തോഷം, വളരെ ശ്രദ്ധയാണ്. അപ്പൊ നോക്കുമ്പോ പക്ഷെ എന്ത് യാഗാണ്? ഉത്തരകാമേഷ്ടി യാഗം. അവിടെ സന്യാസിക്ക് എന്ത് പണിയാണ്? ഉത്തരകാമേഷ്ടി യാഗവും സന്യാസിക്ക് തമ്മിൽ എന്ത് ബന്ധമുള്ളത്? എന്തായാലും പോയി പൊട്ടൂലോ. അപ്പോ സ്വാമി വേണം ഇതിന്റെ പ്രഖ്യാപനം ചെയ്യാം, സ്വാമിജി വേണം. അപ്പൊ ജിയൊക്കെ ഉണ്ട്, ജി വളരെ നിങ്ങളോളം ചെയ്യാം, ബഹുമാനം കൂടിയിട്ടാണ്. അപ്പൊ സ്വാമിജി വേണം ഇതിന്റെ പ്രഖ്യാപനം ഒക്കെ ചെയ്യാം. അത് പറ്റില്ല, ഇത് പുത്രകാമേഷ്ടി യാഗാണ്. പുത്രകാമേഷ്ടി യാഗം സന്യാസി എന്ത് പ്രഖ്യാപിക്കാനാ? അതല്ല, അതൊക്കെ ഋഷിമാര് ആണല്ലോ ഇതൊക്കെ ഉപദേശിച്ചത്. അപ്പൊ ഇക്കാലത്ത് സ്വാമി ഉണ്ടല്ലോ കേരളത്തില്, ഞാൻ ഋഷിയല്ല. ഒന്നാമത് നീ മനസ്സിലാക്കുക, ഞാൻ ഒരു സാധാരണ മനുഷ്യൻ. രണ്ടാമത്തെ പ്രശ്നം, ഋഷിമാർ അധികവും ഗൃഹസ്ഥന്മാരായിരുന്നു. വളരെ വിചാരം ഋഷിമാര് സന്യാസിമാരാണ്. ഋഷിമാരിൽ സന്യാസിമാർ ഒന്നോ രണ്ടോ പേരേ ഉള്ളൂ. ആയിരക്കണക്കിന് നമുക്കറിയുന്ന ഋഷിമാരൊക്കെ ഗൃഹസ്ഥന്മാരായിരുന്നു. പലരും മഹാഗൃഹസ്ഥന്മാരായിരുന്നു. 2 പത്നി 3 പത്നി ഒക്കെയാണ്. അതുകൊണ്ട് എന്നാലും സ്വാമിയൊക്കെ പറഞ്ഞാൽ അതിനൊരു വില ഉണ്ടാവും. അതെങ്ങനെയാണ്? ചിദാനന്ദപുരി സ്വാമിയുടെ വാക്കിന് എന്തോ ഒരു വില നിങ്ങൾ കൽപ്പിക്കണില്ലേ? എന്ത് സ്വാമി, നമ്മൾ ഇല്ലാണ്ടാക്കണ്ട. അതുകൊണ്ട് ഞാൻ വേറെ വല്ല വിഷയമോടെ പറയാം. സമൂഹത്തിന് ഗുണമാകുന്ന എന്തെങ്കിലും പറയാം. ഇത് നിങ്ങൾ ആരെങ്കിലും ഗൃഹസ്ഥനായിട്ടുള്ള ആള് നിങ്ങൾ ഇത് പ്രഖ്യാപിക്കണം. ഗൃഹസ്ഥൻ തന്നെ വേണം പ്രഖ്യാപിക്കുക, അല്ലാതെ അത് വേണ്ട. അപ്പോ ഒരാൾ എന്നാ സ്വാമി പ്രഖ്യാപിക്കണ്ട, സമ്മതിച്ചു. സ്വാമിയുടെ പ്രഭാഷണ മധ്യത്തിൽ ഈ ഉത്തരകാമേഷ്ടി പങ്കെടുത്താൽ ഫലം ഉണ്ടാവും എന്ന് പറഞ്ഞൂടെ? ഞാനെങ്ങനെയാ പറയാ? എനിക്ക് മക്കളുണ്ടോ? ഞാനത് പറയണമെങ്കിൽ 1, ഞാൻ ആദ്യം കല്യാണം കഴിച്ചിട്ടുണ്ടാവണം. 2, എന്നിട്ട് എനിക്ക് മക്കൾ ഉണ്ടാവരുത്. 3, എന്നിട്ട് ഞാൻ പുത്രകാമേഷ്ടി നടത്തണം. 4, എന്നിട്ട് എനിക്ക് കുട്ടി ഉണ്ടാവണം. ഇത്രയും അനുഭവം ഉണ്ടെങ്കിലല്ലേ എനിക്ക് പറയാൻ പറ്റൂ. ഇല്ല, അല്ലാണ്ട് പറയാൻ പറ്റുമോ? ഇതെന്താ പരസ്യ കമ്പനിയാ? ഈ സോപ്പ് തേച്ചാൽ ദേഹം ഒന്നാകെ വെളുക്കും, അല്ലെങ്കിൽ ഈ സോപ്പ് തേച്ചാൽ ദേഹം ഒന്നാകെ കറക്കും എന്ന് ഇത് ഉപയോഗിക്കാത്തോ പറയാൻ പറ്റുമോ? പൈസ വാങ്ങിയിട്ട്. ഇന്നിപ്പോ സിനിമാക്കാരാണ് ഈ കമ്പി നല്ല എന്താണ് അപാര ഉരുക്കാണ്, ആനെ പിടിച്ചാൽ വളയാത്ത ഉരുക്കാന്നൊക്കെ പറഞ്ഞ് സിനിമാക്കാരാ ഇത് കാണിച്ചു തരുന്നുണ്ട്. പരസ്യക്കാര് അവരത് വളച്ചിട്ടുണ്ടാവുമോ? ഇത് ഉപയോഗിച്ച് വല്ല കെട്ടിടം ഉണ്ടാക്കിയിട്ടുണ്ടാവുമോ? വല്ലതും ഉണ്ടാവുമോ? ഇതുപോലെ നമുക്ക് പറയാൻ പറ്റുമോ? എന്നാ നിങ്ങളുടെ അഭിപ്രായം? അപ്പൊ നമുക്കൊരു സത്യസന്ധത, ഒരു ശുദ്ധി നമ്മുടെ വ്യവഹാരത്തിന് വേണ്ടി ചിന്തിക്കുക. ചുരുക്കി പറഞ്ഞ അവിടെ എങ്ങനെയോ രക്ഷപ്പെട്ടു എന്ന് പറയും. ഇവിടെ നിങ്ങളോട് ചോദ്യം ചോദിക്കാനുള്ളത്, അല്ലെങ്കിൽ ഒരു വിഷയം അറിയിക്കാനുള്ളത് വർഷങ്ങൾ കുറെ മുമ്പ് നടന്നൊരു സംഭവമാണ്. അതൊരു 10, 20, 25 25-ലധികം വർഷങ്ങളായി. ആശ്രമത്തിലൊരു കൂട്ടര് വന്നു. സ്വാമി വേദത്തെ കുറിച്ചൊക്കെ സ്വാമിജിയൊക്കെ ശ്രേഷ്ഠമായി സംസാരിക്കുന്നുണ്ടല്ലോ. ഉണ്ട്, തട്ടിപ്പാണ് സ്വാമി. എങ്ങനെ തട്ടിപ്പാണ്? വേദം തട്ടിപ്പാണ് നീ എങ്ങനെയാ പറയണത്? എങ്ങനെയാ പറയാ? സ്വാമി ഞങ്ങൾ പോയി പോട്ടു, ഇവിടെ പുത്രകാമേഷ്ടി യാഗം ഉണ്ടായിരുന്നു, 50,000 റുപ്യ അടച്ചു, റസീറ്റാക്കി. ഇത്ര കാലം കഴിഞ്ഞ് ഞങ്ങൾ കുട്ടികളുണ്ടായിട്ടില്ല, ഉണ്ടാവുകയില്ല. ഇപ്പൊ പുത്രകാമേഷ്ടി യാഗത്തിൽ പോയി റസീറ്റാക്കി 50,000, ഇപ്പൊ 2 ലക്ഷം ഒക്കെ ആട്ടോ. അന്നത്തെ കറിയാ പറഞ്ഞ 50,000 റുപ്യ അടച്ചാൽ കുട്ടികൾ ഉണ്ടാവുന്ന ആരെങ്കിലും പറയണ്ട? ഋഷിമാര് പറഞ്ഞിട്ടുണ്ടാ? ഇല്ല. ഋഷിമാര് പറഞ്ഞത് യജമാനന്റെ പത്നിക്ക് കുട്ടി ഉണ്ടാവുന്ന. അപ്പൊ നീ എന്ത് ചെയ്യണം? നിന്റെ പത്നിയെ ഡൈവോഴ്സ് ചെയ്തിട്ട് നീ യജമാനെ കല്യാണം കഴിച്ചു.
എന്നിട്ട് യജമാനന്റെ പത്നിയാക്കിയിട്ട് അവൾ യാഗം ചെയ്ത് അവൾക്ക് കുട്ടി ഉണ്ടായിട്ടില്ല, നീ പരാതി പറയാൻ വന്നോളൂ. മനസ്സിലായില്ല? ഇത് ഇന്ന് പുത്രകാമേഷ്ടി നടത്തുന്ന ആരെങ്കിലും പറയും? 100 കഴിഞ്ഞ കൊല്ലം തന്നെ കേരളത്തില് ഒരു 6 or 7 പുത്രകാമേഷ്ടി നടന്നിട്ടുണ്ട്. 2 ലക്ഷം 5 ലക്ഷം ഒക്കെ ആ ഷീട്ടാക്കാൻ. എന്നിട്ട് ഇവർക്ക് കുട്ടികളുണ്ടാവും. എന്ത് പൊട്ടത്തരാണത്? അവിടെ യജമാന പത്നിക്കാ കുട്ടി ഉണ്ടാവുക, ദശരഥന്റെ പത്നിമാർക്കാ കുട്ടി ഉണ്ടായത്. അല്ലാതെ നാട്ടുകാരുടെ കയ്യിൽ യാഗത്ത് പങ്കെടുക്കുന്നൊക്കെ കുട്ടി ഉണ്ടാവുന്നാലും പറഞ്ഞിട്ടില്ലേ? ഇത് വഞ്ചിക്കുകയാണ്. സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് ചൂഷണം ചെയ്ത് വഞ്ചിക്കുന്ന ഇടപാടുകളാണ് ഇന്ന് വരുന്നത്. ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ശരിക്കും ബോധമുള്ളവരാവണം. അപ്പോ ഈ പ്രയോജനം ആഗ്രഹിച്ചുകൊണ്ടുള്ള കർമ്മങ്ങൾ, അഗ്നിഹോത്ര കർമ്മങ്ങളെല്ലാം പ്രയോജനം ആഗ്രഹിച്ചാണെന്ന് പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ഭഗവാൻ ഭാഷ്യകാരൻ തന്നെ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്, വൈദികങ്ങളായ കർമ്മങ്ങളെ നിഷ്കാമമായി അനുഷ്ഠിച്ചാൽ അവ ചിത്തശുദ്ധിക്ക് കാരണമാകും. സകാമവും ശാസ്ത്രീയവുമായി അനുഷ്ഠിച്ചാൽ അതത് കാമപ്രാപ്തി ഉണ്ടാകും. അശാസ്ത്രീയമായി അനുഷ്ഠിച്ചാൽ അധോഗതിയാണ് ഫലം എന്ന് ശങ്കരാചാര്യ സ്വാമികൾ വ്യക്തമായി ഭാഷ്യത്തിൽ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ യാഗത്തിനും എല്ലാ യജ്ഞത്തിനും സകാമമൊന്നുമല്ല, നിഷ്കാമഭാവത്തിൽ അനുഷ്ഠിച്ചാൽ അത് ചിത്തശുദ്ധിക്ക് കാരണമാവും. അതുകൊണ്ട് ചിത്തസ്യ ശുദ്ധയേ കർമ്മ എന്നും ഭാഷ്യകാരൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അന്ധകരണത്തിന്റെ ശുദ്ധിക്കായിക്കൊണ്ടാണ് കർമ്മങ്ങൾ വിധിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ പരാഭക്തിയിലേക്ക് നമ്മൾ ഉയരുമ്പോൾ സ്വാഭാവികമായി ലോകത്തിലും വേദത്തിലുമുള്ള വ്യാപാരങ്ങൾ അങ്ങനെ ഒഴിഞ്ഞു പോകും. എന്ന് കിട്ടാനാണ് ഒന്നും കിട്ടാനില്ല. കാരണം ഭഗവത് ചിന്ത ഉള്ളിൽ നിറയുമ്പോൾ തൃപ്തിയാണ്, സന്തോഷമാണ്. ഈശ്വരൻ ഉള്ളിലുണ്ടെങ്കിൽ, ഈശ്വര വിചാരം ഉള്ളിലുണ്ടെങ്കിൽ അയാൾക്ക് സന്തോഷമാണ്. എപ്പോഴും ആനന്ദ സ്വരൂപനെ ഉള്ളിൽ വെച്ചാൽ ആനന്ദം ഉണ്ടാവില്ലേ? പിന്നെ അയാൾ വേറെന്താ ആഗ്രഹിക്കാനാ? ഒന്നും ആഗ്രഹിക്കാനില്ല. ആഗ്രഹിക്കാത്തവൻ എല്ലാം വന്നു ചേരും, അത് വേറെ വിഷയം. എന്നെ എടുത്തോളൂ പറഞ്ഞിട്ട് എല്ലാരും വന്ന് വീഴുവാണ്, അത് വേറെ വിഷയം. അയാളൊന്നും ആഗ്രഹിക്കാൻ പോകുന്നില്ല. അതാണ് നിരോധ രൂപം. അപ്പൊ എന്താ നിരോധം ചോദിച്ചാൽ, നിരോധസ്തു ലോക വേദ വ്യാപാര ന്യാസ. ലൗകികമായി അയാൾ ഒന്നും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യാനില്ല. എന്ത് ചെയ്തിട്ട് എന്ത് നേടാനാ? ഒന്നും നേടാനില്ല. ഈ കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ളൊരു സംഭവം പറയാം. വളരെ വലിയ വേദാന്തത്തിൽ പരിനിഷ്ഠനായ മഹാപുരുഷനായിരുന്നു കാക്കശ്ശേരി ഭട്ടതിരി. ഇപ്പൊ നാട്ടിൽ വാർത്ത വരുന്നു, കാക്കശ്ശേരി പൂജയും ചെയ്യണില്ല, ഹോമം ചെയ്യണില്ല. പോട്ടെ, അതൊന്നും സാരമില്ല. സന്ധ്യാവന്ദനം ചെയ്യണില്ല. ഉപനയനമൊക്കെ ചെയ്ത് ഇത്രയും പ്രസിദ്ധമായ ഇല്ലത്ത് ജനിച്ചിട്ട് അയാൾ സന്ധ്യാവന്ദനം പോലും ചെയ്യണില്ല. എന്തൊരു പാപത്! നേരിട്ട് സംസാരിക്കണം അദ്ദേഹമായിട്ട്, ഇങ്ങനെ പാപം ചെയ്യരുത് എന്നുള്ളത്. സന്ധ്യാവന്ദനം കൊടുക്കാൻ പാടുണ്ടോ? ആരാ കാക്കശ്ശേരിയോട് പോയി സംസാരിക്കാൻ ധൈര്യമുള്ള ആൾക്കാർ? അത്ര വലിയ വിദ്വാനാണ്. അവസാന സഭ കൂടി 2 പേരെ ചുമതലപ്പെടുത്തിയിത്രേ. അവര് കാക്കശ്ശേരി എടുത്തു പോയി. എന്താ? അല്ല, സന്ധ്യാവന്തനമൊന്നും ചെയ്യണില്ല എന്നാണല്ലോ കേൾക്കണത്. അപ്പോഴാണ് തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നത്. ഹൃദാകാശേ ചിദാദിത്യ സദാ ഭാതി നിരന്തരം ഉദയാസ്തമയോ നസ്തഃ കഥം സന്ധ്യാമുപാസ്മഹേ. ഹൃദയമാകുന്ന ആകാശത്തിൽ
ജ്ഞാനമാകുന്ന സൂര്യൻ സദാ പ്രകാശിക്കുകയാണ്, അസ്തമിക്കണില്ല, ഉദിക്കണമില്ല. സൂര്യൻ എപ്പോഴും ഉള്ളു പ്രകാശിക്കുക. ഏത് സൂര്യൻ? അറിവാകുന്ന ജ്ഞാനമാകുന്ന സൂര്യൻ. സൂര്യൻ അസ്തമിക്കുമ്പോ നമ്മൾ എന്ത് പറയും? സായം സന്ധ്യ പറയും. സൂര്യൻ ഉദിക്കുമ്പോ നമ്മൾ എന്ത് പറയും? പ്രഭാത സന്ധ്യ എന്ന് പറയും. അപ്പൊ ആ സമയത്ത് കുളിച്ച് വൃത്തിയായി ഗായത്രി ജപിക്കണം. പ്രഭാത സന്ധ്യയിൽ കിഴക്കോട്ട് നോക്കിയിട്ടും സായം സന്ധ്യയിൽ പടിഞ്ഞാറോട്ട് നോക്കിയിട്ടും ഗായത്രി ജപിക്കണം. അതാണ് വിധി. അപ്പോഴാ ഇത് ചോദിക്കണത്. ഉദയാസ്തമയം ഇല്ല, സന്ധ്യ ഉണ്ടോ? ഉദയാസ്തമയം ഇല്ലാത്ത കഥം സന്ധ്യാം ഉപാസ്മഹേ. പിന്നെ നമ്മൾ എങ്ങനെ സന്ധ്യാവന്ദനം ചെയ്യുക? സൂര്യൻ അസ്തമിക്കണില്ലേ? അസ്തമിച്ചാലേ എത്തിക്കുക. ഒരു വിജ്ഞാനിയോട് നമ്മൾ ചോദിക്കുക, ഏതാ ചീത്ത സമയം, ഏതാ നല്ല സമയം എന്ന് ചോദിച്ചാൽ അയാൾക്ക് എന്താ പറയേണ്ടാവുക? എല്ലാം നല്ല സമയം. അല്ല, ചീത്ത സമയം എന്ന് പറഞ്ഞു തരൂ. അത് നിങ്ങൾ പറഞ്ഞു തന്നാൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. അല്ലാണ്ടെന്താ? നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏതാ ചീത്ത സമയം വെച്ചാൽ അത് ഇങ്ങോട്ട് പറഞ്ഞു തരാം. എന്തൊരു കഷ്ടമാണ്. അല്ലാണ്ട് ഏതാ ചീത്ത സമയം? എപ്പോ ഈശ്വര വിചാരം ഇല്ലയോ അപ്പോ ചീത്ത സമയം എന്ന് പറയാം. അല്ലാണ്ട് സമയം നമുക്കറിയില്ല. നിങ്ങൾക്കറിയാം, അറിയിച്ചോ പറഞ്ഞോളൂ. കഴിഞ്ഞ ദിവസം ഒരു നേരം പോക്കുണ്ടായി. കഴിഞ്ഞ ദിവസം ഏതോ അയാളൊരു ഒരു ഒരു പിന്നെ ഗൃഹപ്രവേശം എന്നെ സംബന്ധിച്ച. അപ്പോ ചോദിച്ചു, എന്താ സ്വാമി എന്നാ ചെയ്യേണ്ടത്? എന്നാ എന്താ ചെയ്തോളൂ, എന്നാ പറ്റുന്ന വെച്ചാൽ അമ്മ. എന്നാലും നല്ല ദിവസമൊക്കെ നോക്കണ്ടേ? നല്ല ദിവസം നോക്കേണ്ടതാണ്. ആർക്ക്? നല്ല ദിവസം ഇല്ലാത്ത ആൾക്കാർക്ക്. നല്ല ഇല്ലാത്ത ആൾക്കാർക്ക് നല്ല ഏതാണെന്ന് തിരിച്ചറിയണം. എല്ലാ ദിവസവും നല്ലതാണെന്ന്. നല്ലല്ലാത്ത ദിവസം ഏതാണുള്ളത്? ഏതാ നല്ലതല്ലാത്ത ദിവസം? സ്വാമി ഒന്ന് പറഞ്ഞു തരുമോ? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, എനിക്കെല്ലാം നല്ല ദിവസമായിട്ടാണ് തോന്നുന്നത്. ചീത്ത ദിവസം ഉണ്ടാവില്ല എന്നാണ് എന്റെ വിശ്വാസം. എന്തായാലും ഒരു ദിവസമൊക്കെ കഷ്ടകാലത്തിന് പറഞ്ഞു കൊടുത്തു. ചൊവ്വാഴ്ച എന്ന് പറഞ്ഞു കൊടുത്തു. ചൊവ്വാഴ്ച അയ്യല്ലോ സ്വാമി, അത് മോശമാണല്ലോ, നിങ്ങളിങ്ങനെ എന്നോട് പറഞ്ഞാണോ? ഞാൻ ഡേറ്റ് നോക്കിയിട്ട് എടാ, അതിന്റെ പേര് തന്നെ മംഗളം എന്നാണ്. മംഗളവാരം അല്ലേ? മംഗളവാരം അല്ല, മംഗളവാരമാണ്. മലയാളത്തിലോ ചൊവ്വയാ. നല്ല ഒക്കെ നേരെ ചൊവ്വയാവണം എന്ന് പറയാം അല്ലേ? ഒക്കെ നേരെ ചൊവ്വയാവണം എന്നല്ലേ പറയാ? എന്നിട്ട് അത് പറ്റില്ല, എന്താ ചെയ്യാ? ഒന്ന് മാറ്റി പിടിച്ചൂടെ സ്വാമി? ഞാൻ ആദ്യം പറഞ്ഞില്ലേ എനിക്ക് അറിയില്ല. എന്നെ സംബന്ധിച്ച് ചീത്ത സമയം എനിക്ക് തോന്നുന്നില്ല. ഏതാ ചീത്ത സമയം നിങ്ങൾ പറഞ്ഞത്? അറിയില്ല. അതുപോലെ സമയമുണ്ട്. ഇത് ആ കാലം ഒഴിവാക്കണം, ഈ കാലം ഒഴിവാക്കണം, ഏത് കാലമൊക്കെ ഒഴിവാക്കണ്ട അറിയില്ല. അറിയാത്തോണ്ടാ. അല്ല സ്വാമി രാഹുകാലം ഒഴിവാക്കണം. എന്ത് രാഹുകാലം? ആരും ഒരു രാഹുകാലം ഒഴിവാക്കണം? നീ ഒഴിവായിക്കോളാം, എനിക്ക് വിരോധമില്ല. എന്നെ സംബന്ധിച്ച് എന്തിനു ഒഴിവാക്കണ? ഈശ്വരീയമല്ലാത്തൊരു സമയം ഏതാ ഉള്ളത്? അപ്പൊ ചിലർ ചോദിക്കും, അപ്പൊ ഞാൻ ഓരോരുത്തരടുത്ത് തീർച്ചയായിട്ടും പോകണമെന്ന് പറയും. നോക്കണ്ടേ? നിശ്ചയം നോക്കണം. സ്വാമിയെ നോക്കിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ. കാരണം അവന്റെ വിശ്വാസമാണ്, നമുക്കല്ല. ഇല്ലെങ്കിൽ നാളെ കാലം ഒന്ന് വെച്ച് കുത്തി എന്താ പറയുക? സമയം നോക്കിയില്ല, ആ കാലമാടം ചിദാനന്ദ പറഞ്ഞിട്ട് അതുപോലെ ഞാൻ കൊണ്ടുപോയി പറയും. അപ്പൊ അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കുക, എവിടെ ഈശ്വര വിചാരമുണ്ടോ, എവിടെ സത്കർമ്മങ്ങളുണ്ടോ, അവിടെയൊക്കെ നന്മ മാത്രമേ ഉള്ളൂ, തിന്മയില്ല. ചിലതൊക്കെ നമുക്ക് തിന്മാന്ന് സ്ഥൂലമായി തോന്നും, ചിലപ്പോ ബാഹ്യമായിട്ട്. പക്ഷെ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ മനസ്സിലാകും നന്നായി. അപ്പൊ നമുക്ക് ദോഷം തോന്നും. പിന്നെ അനുഭവത്തിൽ വരുമ്പോ അത് നന്നായി എന്ന് മനസ്സിലാവും. സംശയമൊന്നുമില്ല. അപ്പൊ പിന്നെ എന്ത് നേടാനാ? സന്ധ്യ എങ്ങനെ ഞാൻ ഉപാസിക്കണ്ടേ എന്ന് ചോദിച്ചപ്പോ വന്നവര് തൊഴുത് മടങ്ങി പോവല്ലാതെ വഴിയില്ല. അതെ. എന്നാലും സ്വാമിക്ക് ഒന്ന് ധ്യാനിച്ചൂടെ? ആരെ ധ്യാനിക്കാനാ? അല്ല, ഒരു പൂജ ചെയ്തു. എന്താ പൂജിക്കേണ്ടത്? ലോകവേദ വ്യാപാര ന്യാസ. പരാഭക്തൻ എപ്പോഴും ആ പരാഭക്തിയിൽ വിലയീഭൂതനായിരിക്കുക. അവിടെ ലോകവേദ വ്യാപാരങ്ങളൊന്നുമില്ല. ശ്രീരാമകൃഷ്ണദേവന്റെ സാധന ഘട്ടത്തിലെ വളരെ പരിപക്വമായ ഒരവസ്ഥയിലേക്ക് ഉയരുന്ന സന്ദർഭത്തിൽ ദേവിക്ക് നേർപ്പിക്കുമ്പോൾ ചിലപ്പോൾ താനും കഴിക്കും.
ചിലപ്പോ നേടിക്കുകയില്ല. അങ്ങനെ പിടിച്ചിരുന്നിട്ട് ദിവസങ്ങൾ കടന്നുപോയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ അങ്ങനെയല്ല. ആദ്യഘട്ടത്തിൽ കർശനമായിട്ട് അലങ്കാരങ്ങളും പൂജകളും ഒക്കെ കേമ. അങ്ങനെ അങ്ങനെ പരാഭക്തിയിലേക്ക് എത്തിയപ്പോ ഇതൊക്കെ. അപ്പോ മധൂർ പറഞ്ഞു, ഇനി അങ്ങ് പൂജയ്ക്കൊന്നും വേണ്ട, അങ്ങ് ഇവിടെ ഇരുന്നാ മതി. പൂജയ്ക്ക് നമുക്ക് വേറെ ആരെങ്കിലും ഏർപ്പാടിക്കാം. അങ്ങേക്ക് എപ്പോ വേണോ അപ്പൊ പോവാം. ദേവിയുടെ അടുത്ത് അങ്ങേക്ക് എപ്പോ വേണമെങ്കിലും പോവാം. പൂർണ്ണ സ്വാതന്ത്ര്യം. പൂജയ്ക്ക് നമുക്ക് വേറെ ആളെ ഏർപ്പാടിക്കാം. അങ്ങനെ പരമഹംസർക്കുള്ള എല്ലാ സംവിധാനവും അവര് വ്യവസ്ഥയാക്കി. കാരണം പിന്നെ വിധിവിധാനങ്ങളൊന്നും ഇല്ല. എല്ലാ വിധിവിധാനങ്ങളും അവിടെ അർത്ഥമിച്ചു. അതാണ് ലോകവേദ വ്യാപാര ന്യാസ. ഈ രണ്ട് സൂത്രങ്ങൾ ഓർമ്മിക്കുക. ബാക്കി നമുക്ക് അടുത്ത ഭാഷയാവാം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.